ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിൽ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അവരെ സഹായിക്കുന്ന രണ്ട് ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ ഒരു സെറ്റിംഗ്സുമാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അധികം ലാഗിങ് ഇല്ലാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ ആണ് ലോക്ക് മൈ ഫോൺ. അപ്പോൾ ഈ ഒരു ലോക്ക് മൈ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന നേരം വരെ നമ്മുടെ മൊബൈൽ ലോക്ക് ആയിട്ടിരിക്കണം എന്നുള്ളതൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിൽ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത്രയും നേരം നമ്മുടെ മൊബൈൽ ലോക്ക് ആയിരിക്കും. നമ്മൾ എത്ര പാസ്വേഡും പിൻകോഡൊക്കെ അടിച്ച് അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും വീണ്ടും ലോക്ക് ആവും. ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് മൊബൈലൊക്കെ അരിയത്ത് വെച്ച് പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മൾ കുറച്ചു നേരം പഠിച്ചു കഴിയുമ്പോഴത്തേനും നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, അരിയത്ത് മൊബൈൽ ഉണ്ടല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു മൊബൈൽ അൺലോക്ക് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമും യൂട്യൂബ് ഒക്കെ കാണാനായിട്ട് ശ്രമിക്കും. അപ്പൊ അവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പൊ എന്തായാലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. ഞാൻ ഈ ഒരു ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം കേട്ടോ, കാണാത്തവര്. ഓക്കെ, അപ്പൊ അതിൽ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. അപ്പൊ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്, ഞാൻ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ആപ്ലിക്കേഷൻ ആണ് ഗൂഗിൾ ടാസ്ക്. ഗൂഗിൾ ടാസ്ക് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മറവിയൊക്കെ ഉള്ളവർക്ക് പറ്റിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിതിൽ ടാസ്കും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ഈ ഒരു മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ടാസ്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ഈ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ന്യൂ ടാസ്ക് വരും. അപ്പോൾ എന്താണ് ആ ഒരു ടാസ്ക് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഓൺലൈൻ ക്ലാസ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ ടൈം ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലോക്കിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മുടെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ഡേറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സെറ്റ് ടൈം എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ഞാനിവിടെ 4 മണി സെലക്ട് ചെയ്യുന്നു. ഇവിടെ AM ആണോ PM ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേതാണെന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ PM ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഓക്കെ കൊടുക്കുക. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ റിപ്പീറ്റ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ വരും. അപ്പോൾ ഇവിടെ 1 വീക്ക്, 1 ഡേ, 1 മന്ത്, 1 ഇയർ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ വീക്ക് ഡേയ്സ് ആണ് സെലക്ട് ചെയ്യുന്നത്. വീക്ക് ഡേയ്സ്. ഓക്കെ, വീക്ക് ഡേയ്സ് സെലക്ട് ചെയ്യുന്നു. ഇനി ഡൺ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, സേവ് കൊടുക്കുക. അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ വീക്ക് ഡേയ്സിലും കൃത്യം 4 മണിക്ക് ഇതിന്ന് നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, ഇങ്ങനെ ഒരു ടാസ്ക് ഉണ്ട് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഈ മറവിക്കുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഏതാണ് ആ സെറ്റിംഗ്സ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിന്റെ പേരെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോക്കസ് മോഡ് എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ എനാബിൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊബൈലത്തെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾസ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്താണ് ഈ ഒരു ഫോക്കസ് മോഡ് വന്ന് നടക്കുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഫോക്കസ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഫോക്കസ് മോഡ്. അപ്പോൾ അത് ഓഫ് ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടേൺ ഓൺ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെറ്റ് ഷെഡ്യൂൾ പറഞ്ഞിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നും പറഞ്ഞുതരാം. താഴെ ഇവിടെ യുവർ ഡിസ്ട്രാക്റ്റിംഗ് ആപ്സ് പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസും വന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈലിനകത്തുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം അവിടെ ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂട്യൂബ് ഒഴികെ ബാക്കി എല്ലാ ആപ്ലിക്കേഷൻസും ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ്. അതെല്ലാം ഞാനിവിടെ ഡിസ്ട്രാക്റ്റിംഗ് ആപ്സിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ യൂട്യൂബ് ഒഴികെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഞാനിവിടെ യുവർ ഡിസ്ട്രാക്റ്റിംഗ് ആപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ടേൺ ഓൺ നൗ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അത് ടേൺ ഓൺ ആയിട്ടുണ്ട്, ഫോക്കസ് മോഡ് ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടില്ലേ, യൂട്യൂബ് ഒഴികെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ബ്ലോക്ക് ആവും. കുറച്ച് നേരം പിടിക്കും. ഉണ്ടോ, യൂട്യൂബ് ഒഴികെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഇവിടെ ബ്ലോക്ക് ആവുന്നതാണ്. ഓക്കെ,
ചില ഡിവൈസുകളിലൊക്കെ ഇത് കുറച്ച് നേരം പിടിക്കും കേട്ടോ. ആപ്ലിക്കേഷൻസ് ബ്ലോക്ക് ആവാനായിട്ട് ചിലതിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ആവും, ചിലതിൽ കുറച്ച് നേരം പിടിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.